കോടമ്പാക്കത്തും കൊച്ചിയിലും തിരുവനന്തപുരത്തുമെല്ലാമാണ് മലയാള സിനിമ ഇപ്പോൾ വടക്കേ മലബാറിന്റെ സ്വന്തം പയ്യന്നൂരിലെത്തിയിരിക്കുകയാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയധാരിയായ പ്രണയകഥ ഉൾപ്പെടെ പയ്യന്നൂർ വേദിയാകുന്ന മലയാള സിനിമ ഒട്ടനവധിയാണ്. വിനോദിന്റെയും ഐഷയുടെയും പ്രണയം പറഞ്ഞ തട്ടത്തിൻമറയത്തും അച്ഛന്റെയും അമ്മയുടെയും മകന്റെയുമെല്ലാം വ്യത്യസ്തമായ പ്രണയകഥ പറഞ്ഞ പ്രണയവിലാസവും, പൂവങ്കോഴിയുടെ വരവോടെ ഉറക്കം നഷ്ടപ്പെട്ട യുവാവിന്റെ കഥ പറഞ്ഞ പൂവനുമെല്ലാം പയ്യന്നൂരിലാണ് ചിത്രീകരണം ചെയ്തിരിക്കുന്നത്. എന്നാൽ ചിത്രീകരണം കൊണ്ട് മാത്രമല്ല പയ്യന്നൂരും സിനിമാ മേഖലയും തമ്മിലുള്ള കണക്ഷൻ തുടങ്ങുന്നത്. ഈ മണ്ണിൽ നിന്നും സിനിമയുടെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ ഒരുപാടുണ്ട്. അഭിനേതാക്കൾ, ഛായാഗ്രഹർ, ഗാനരചയിതാക്കൾ എന്നിങ്ങനെ പയ്യന്നൂർ മലയാള സിനിമയിലേക്ക് കൊടുത്ത പ്രതിഭകൾ ഏറെയാണ്. സിനിമയിലെ മുത്തശ്ശൻ എന്ന് വിളിപ്പേരുള്ള പരേതനായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുതൽ മഞ്ഞുമൽ ബോയ്സിലെ ഗണപതിയും യുവതാരം അനശ്വര രാജനും വരെ നീളുന്നതാണ് അഭിനേതാക്കളുടെ നിര. പയ്യന്നൂരിലെ ദീപക് പറമ്പോൾ, മാളവിക മോഹൻ, അഭിരാമി ഭാർഗവൻ, അഖില ഭാർഗവൻ, അഭിറാം രാധാകൃഷ്ണൻ, സുബീഷ് സുധി, പി.വി. രാമചന്ദ്രൻ, രഞ്ജി കാങ്കോൽ, രാജീവ് വെള്ളൂർ, CK സുനിൽ എന്നിങ്ങനെ നീളുന്നതാണ് പയ്യന്നൂരിലെ അഭിനേതാക്കളുടെ പട്ടിക. കഴിഞ്ഞില്ല, പയ്യന്നൂരിൽ നിന്നും പിറവിയെടുത്ത അഭിനേതാക്കൾ മാത്രമല്ല, ഒത്തിരി സംവിധായകരുമുണ്ട് ഇക്കൂട്ടത്തിൽ. നന്ദിനി ഓപ്പോൾ ഉൾപ്പെടെ നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത മോഹൻ കുപ്ലേരി മുതൽ ഹിറ്റ് സംവിധായകൻ ചിദംബരവും രതീഷ് ബാലകൃഷ്ണ പൊതുവാളും വരെ ഇക്കൂട്ടത്തിൽപ്പെടും. പ്രമോദ് പയ്യന്നൂർ, ശ്രീജിത്ത് പാലേരി, മൃദുൽ നായർ, ലിജു തോമസ് എന്നിങ്ങനെ സംവിധായകരുടെ നിരയും നീണ്ടുകിടക്കുകയാണ്. ഡോൺ, തലാഷ് തുടങ്ങി സൂപ്പർ ഹിറ്റ് ബോളിവുഡ് പടങ്ങൾ ഛായാഗ്രഹണം നിർവഹിച്ച KU മോഹനൻ ഒരു പയ്യന്നൂരുകാരനാണ്. ഗാനരചനയിലും സംഗീത സംവിധാനത്തിലും പ്രമുഖരായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും അനുജൻ കൈതപ്പുറം വിശ്വനാഥൻ നമ്പൂതിരിയും പയ്യന്നൂർക്കാർ തന്നെയാണ്. അങ്ങനെ പയ്യന്നൂർ എന്ന കൊച്ചുനാട് മലയാള സിനിമാ മേഖലയ്ക്ക് നൽകുന്ന സംഭാവനകൾ ഏറെ വലുതാണ്.